ഇതിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദാര്യമല്ലല്ലോ നമുക്ക് വേണ്ടത്. അവിടെ ഉണ്ടായതൊരു തീവ്ര ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായത് എന്ന് അവർ അംഗീകരിച്ചു. അപ്പോൾ സാധാരണ സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുന്നത് സ്പെഷ്യൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, പ്രത്യേക സാമ്പത്തിക പാക്കേജാണ് കൊടുക്കുന്നത്. ആ പ്രത്യേക സാമ്പത്തിക പാക്കേജ് നമ്മൾ 2000 കോടി രൂപയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ നിന്ന് 100, 200, 500 കോടി കുറച്ചോ. പക്ഷേ അതൊന്നും തരാതെ 590 കോടി രൂപയുടെ 50 വർഷത്തേക്കുള്ള കടമായിട്ട് തരിക എന്ന് പറഞ്ഞാൽ കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്, പരിഹസിക്കുന്നതിന് തുല്യമാണ്, കേരളത്തോടുള്ള പൂർണ്ണമായ അവഗണനയാണ്. പിന്നെ 50 വർഷം കഴിഞ്ഞിട്ട് അടയ്ക്കണ്ടെന്ന് പറയാൻ സുരേന്ദ്രൻ എന്താ അവകാശമുള്ളത് അടയ്ക്കണ്ടെന്ന് പറയാൻ? സുരേന്ദ്രനെ അടക്കം. ഇപ്പോൾ സുരേന്ദ്രൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ ദേശീയ അവർ ഭരിക്കുന്ന ഗവൺമെൻറ്റാണ്, നാഷണൽ ഗവൺമെൻറ്. ഇത് ഔദാര്യമൊന്നുമല്ല. ഒരു സ്റ്റേറ്റിലൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ സ്റ്റേറ്റിന് കേന്ദ്രം സഹായിക്കണം. ആ സഹായിക്കണം. ഇതിനു മുമ്പ് സഹായിച്ചിട്ടുണ്ട്. അവർ പല സംസ്ഥാനങ്ങളെ സഹായിച്ചിട്ടുണ്ട്. നേരത്തെ BJP ഭരിക്കുമ്പോൾ ഹിമാചൽ പ്രദേശിനെ, ഉത്തരാഖണ്ഡിനെ, UP എല്ലാ സംസ്ഥാനങ്ങളെയും സഹായിച്ചിട്ടുണ്ട്. കേരളത്തിന് അത് തരില്ല എന്ന് പറയുന്നത് എന്ത് നീതിയാണ്? ഈ പാവപ്പെട്ട മനുഷ്യർ അവർ നിൽക്കുന്ന കാലിൻ്റെ അടിയിലെ മണ്ണൊലിച്ചു പോയതാണ്. ആ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന പൈസ 50 കൊല്ലത്തിനകം തിരിച്ചടക്കണം എന്നൊരു ഗവൺമെൻറ്റിനോട്, ഇവിടെ ഭരിക്കുന്ന ഞങ്ങളുടെ ഗവൺമെൻറ് ഒന്നും അല്ലല്ലോ, ഗവൺമെൻറ് എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ അല്ലേ. ഇത്രയും നാളായിട്ട് എത്ര നാൾ മുമ്പ് പ്രധാനമന്ത്രി അവിടെ നിന്ന് വന്നുപോയതാ? ഇനി എന്നിട്ട് ഒരു 1.5 മാസം പോലും ബാക്കിയില്ലാത്ത ഈ സമയത്ത് ഇനിയിപ്പോൾ അതിൻ്റെ പേപ്പർ വർക്കെല്ലാം കഴിഞ്ഞ് ഈ പൈസ വരുമ്പോൾ എന്നായിരിക്കും ഇത് വരുന്നത്? ഇപ്പം എത്ര ദിവസം ഉണ്ടാവും ഇത് നടപ്പാക്കാൻ? അതൊന്നും ഒരു ശരിയായ രീതിയിലല്ല. ഒരു കേന്ദ്രം സംസ്ഥാനത്തോട് കാണിക്കേണ്ട യാതൊരു വിധത്തിലുള്ള മാന്യതയും പുലർത്താതെ പൂർണ്ണമായ അവഗണന മാത്രമല്ല, ഇതിലൊരു പരിഹാസമുണ്ട്, ഒരു കളിയാക്കലുണ്ട്. ഇത്രയൊക്കെ മതി നിങ്ങൾക്കെന്ന്. അത് ശരിയല്ല. അതിനെതിരായി ഞങ്ങൾ ശക്തമായ നിലപാടാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ. ഒരു സംശയം കാര്യത്തിൽ വേണ്ട. ഇപ്പോൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിനെതിരെ ഒരു ആരോപണം വന്നിട്ടുണ്ട്. മന്ത്രിയുടെ ഓഫീസിൽ വെച്ചിട്ടാണ് പണം കൈമാറിയതെന്ന് പാലക്കാട് ചിറ്റൂരിലെ വീട്ടമ്മമാർ പരാതി നൽകിയിട്ടുണ്ട്. മന്ത്രിയുടെ PAക്കെതിരെയാണ് ആരോപണം. അത് ആരാണെങ്കിലും അത് അന്വേഷിക്കേണ്ടതാണ്. പക്ഷേ 2 രീതിയിലുണ്ട്. പലരും ഇത് ശരിയാണ് എന്ന് വിചാരിച്ചൊരു നല്ല പ്രോജക്റ്റാണ് എന്ന് വിചാരിച്ച് ഇതിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. തട്ടിപ്പ് നടത്താൻ ഉദ്ദേശിച്ച് ഈ പരിപാടി നടത്തിയിരിക്കുന്നവർ ഇതൊരു നല്ല സംരംഭമാണ്, ജനങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് കരുതി ചെയ്തവരും തമ്മിലുള്ള വ്യത്യാസം 2 അവർ ഒരാളെയും ചതിക്കാൻ കൂട്ടുന്നതല്ല, ചീറ്റിംഗ് അല്ല. അപ്പോൾ അത് ഏതാണ്? തട്ടിപ്പാണോ, ചതിയാണോ, അല്ലെ ഇതൊരു നല്ല പരിപാടിയാണോ എന്ന് വിചാരിച്ച് ഇതുമായി സഹകരിച്ചാണോ എന്ന് അന്വേഷിച്ചിട്ട് വേണം. കാരണം നിരപരാധികളായ ഒരുപാട് ആളുകൾ ഇതിൽ കുടുങ്ങിയിട്ടുണ്ട്. അവരൊന്നും കുറ്റക്കാരാക്കി. ഇപ്പോൾ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ, അദ്ദേഹത്തെ പോലെ ഒരാളെ ഒരു കാരണവശാലും സർക്കാർ പ്രതിയാക്കാൻ പാടില്ലായിരുന്നു. അദ്ദേഹം തട്ടിപ്പുകാരനാണോ? അദ്ദേഹം എത്ര ക്രെഡിബിലിറ്റിയുള്ള ഒരു ജഡ്ജാണ്. എല്ലാവരും ബഹുമാനിക്കുന്ന, നിയമലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജിയാണ്. എത്ര ലാഘവത്വത്തോടു കൂടിയാണ് അദ്ദേഹത്തിനെതിരായിട്ട് ഒരു കേസെടുത്തത്. അദ്ദേഹം ആരെങ്കിലും പറ്റിച്ചോ, ആരെങ്കിലും ചതിച്ചോ, എന്തെങ്കിലും തട്ടിപ്പ് നടത്തി? അത് ശരിയല്ല ഗവൺമെന്റ് കാണിക്കുന്നത്. അല്ല, അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ച്, അങ്ങനെ തട്ടിപ്പ് സർക്കാർ പദ്ധതിയാണ് എന്നെല്ലാം പറഞ്ഞ് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തട്ടിപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് 2 രീതിയിൽ സംഭവിച്ചിട്ടുണ്ട്. തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, അറിയാതെ പെട്ടതൊരു നല്ല സംരംഭമാണ് എന്ന് വിചാരിച്ച് പെട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിരപരാധികളെ അല്ല തൂക്കേണ്ടത്, പ്രതികളായ ആളുകൾ, യഥാർത്ഥ പ്രതികളെയാണ് അറസ്റ്റ് ചെയ്ത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത്. മാത്രമല്ല, ഇത്തരം തട്ടിപ്പുകൾ കേരളത്തിൽ ആവർത്തിക്കപ്പെടുകയാണ്. ഒരുപാട് പേര് ഇതിൻ്റെ ഇരകളായി മാറുകയാണ്, സാധാരണക്കാരും അല്ലാത്ത ആളുകളും മിഡിൽ ക്ലാസ്സിൽപ്പെട്ടവരും എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ സർക്കാരും ബന്ധപ്പെട്ട ഏജൻസികളും ശ്രദ്ധിക്കണം പ്രധാനമായും.